ബാക്കും ഫ്രണ്ടും വരച്ചിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചുമാണ്. ആം ഹോള് 6 ഇഞ്ചാണ് ഇറക്കിയിരിക്കുന്നത്. ബസ്റ്റും ചെസ്റ്റും ഒരേ അളവ് തന്നെ എടുത്തിരിക്കുന്നത് 8.5. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 8.5 + 1.5 എടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടും ഇതുപോലെ തന്നെ 6 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. ടോട്ടലാണ് കേട്ടോ, ടോട്ടൽ ഷോൾഡർ. 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6 ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. അതായത് ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്, ആം ഹോളും 6 ഇഞ്ച് തന്നെ. ഈ 6 ഇഞ്ച് വരുന്നിടത്തുനിന്ന്, അതായത് വീനെക്കിൻ്റെ പോയിൻ്റ് വരുന്നിടത്തുനിന്ന് 3 ഇഞ്ച് താഴോട്ട് ഇറക്കി ഒരു പോയിൻ്റ് കൊടുത്തു. എന്നിട്ട് ഈ സൈഡിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്തു. ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ആലിയയുടെ ഇങ്ങനെയാണ് ആലിയ കട്ട് കുർത്തി വെട്ടുന്നത് കേട്ടോ. യോക്ക് 6 ഇഞ്ച്, ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ താഴെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്കായിട്ട്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, 6 ഇഞ്ച് ഫ്രണ്ട് നെക്ക്. അവിടെ നിന്ന് ഫ്രണ്ട് നെക്കിൽ നിന്ന് 3 ഇഞ്ച് ഇറക്കിയിട്ട് ഒരു സൈഡിലേക്ക് സ്ലാൻഡിങ് ലൈൻ കൊടുത്തു. യോക്കിന് താഴ്ഭാഗത്തേക്കുള്ള സ്കേർട്ട് തയ്ക്കാനായിട്ട് ടോട്ടൽ കുർത്തിയുടെ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് എടുത്തേക്കുവാണേ. 10 ഇഞ്ചാണ് നമുക്ക് യോക്കിന് എടുത്തത്. അപ്പോൾ ബാക്കി 14 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ 14ൻ്റെ കൂടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 16.5 ഇഞ്ച് നീളത്തിലാണ് ഈ പീസ് വെട്ടുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ ബാക്ക് പീസിന് വെട്ടുന്നത്. ഫ്രണ്ട് പീസിൻ്റെ സ്കേർട്ട് ഭാഗത്തിനും സെയിം 16.5 ഇഞ്ച് തന്നെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. 2 സൈഡും 16 തന്നെ എടുത്തു. എന്നിട്ട് യോക്കിൽ നമ്മൾ സെൻറ്ററിൽ 3 ഇഞ്ച് നെക്കിൽ നിന്ന് താഴേക്ക് ഒരു പോയിൻ്റ് കൊടുത്തു. അതിലേക്കാണ് നമ്മൾ സ്ലാൻഡിങ് ലൈൻ കൊടുത്തത്. അപ്പം ഇവിടെ ആ 3 ഇഞ്ച് സൈഡിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. സെൻറ്ററിൽ കറക്റ്റ് 16.5 വേണം. സൈഡിൽ 16.5 നിന്ന് 3 ഇഞ്ച് കുറയ്ക്കണം. എന്നിട്ട് ആ 3 ഇഞ്ചിലേക്ക് സെൻറ്ററിൽ നിന്ന് ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കണം. ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം. വെട്ടി മാറ്റിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പം ആലിയ കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത്. ഫുൾ സ്ലീവാണ്. 20 ഇഞ്ചാണ് ശരിക്കും നീളം വേണ്ടത്. അപ്പം കുറച്ച് ചുരുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്, ചുരി സ്ലീവ് പോലെ കിടക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ മടക്കാനുള്ള തയ്യൽ തുമ്പ് 1 ഇഞ്ച്. അങ്ങനെ 23 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ടോട്ടൽ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മേളിലും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ചേർത്താണ് 23 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു പഫ്, വലിയ പഫല്ല, ചെറിയൊരു പഫ് സ്ലീവായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 5 ഇഞ്ച് ഇറക്കിയിട്ട് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ആം ഹോൾ വരച്ചിരിക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ആണ് കേട്ടോ അടിക്കുന്നത്. ആദ്യമേ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിച്ച ശേഷം പിന്നെ ചെയ്യുന്നത് യോക്കിന് ലൈനിങ് വയ്ക്കുന്നുണ്ട്, യോക്കിന് മാത്രമായിട്ട്. അപ്പോൾ യോക്കിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും പിടിപ്പിക്കും. അതിനുശേഷം സ്കേർട്ട് പീസ് പ്ലീറ്റ്സ് ഇട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ സെൻറ്റർ പോയിൻ്റ് പോലെ വരുന്നുണ്ടല്ലോ ഫ്രണ്ട് പീസിൻ്റെ, അവിടെ പേൾപ്പിൻ വെച്ച് സെക്യൂർ ചെയ്ത ശേഷമാണ് 2 സൈഡിലേക്കും പ്ലീറ്റ്സ് ഒന്ന് വെച്ച് നോക്കി കറക്റ്റാക്കി ആ ഒരു അളവിൽ തന്നെ അങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കും. എന്നിട്ട് അതൊന്ന് ചിലർ പതിച്ചടിക്കാറില്ല, ഉള്ളിൽ തന്നെ 2 സ്റ്റിച്ച് ഇടാറാണ് പതിവ്. ചിലപ്പോൾ പതിച്ചടിക്കും കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോൾ പതിച്ചടിച്ചിട്ടുണ്ട്. ചിലതിന് പതിച്ചടിക്കാറില്ല. അയൺ ചെയ്താലും മതി പ്ലീറ്റ്സ്, ഉള്ളിൽ 2 സ്റ്റിച്ച് ഇട്ടിട്ട്. അപ്പോൾ ഞാനിപ്പം പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ബാക്ക് പീസിൻ്റെ യോക്കും സ്കേർട്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്യലാണ്. അതും ഇതുപോലെ തന്നെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒരു 1/4 ഇഞ്ച് പ്ലീറ്റ്സ് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ബാക്ക് നമുക്ക് പ്ലീറ്റ്സ് ഇടാണ്ട് ഒറ്റ പീസായിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ആലിയയുടെ. ഇതിപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചതുപോലെ തന്നെ യോക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് തന്നെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് കിടന്നോളുമല്ലോ.
അപ്പോൾ ഇത് ജീൻസിൻ്റെ കൂടെയും ലെഗിങ്സിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആലിയ കുർത്തിയാണ് കേട്ടോ.